പാർത്ഥസാരഥിയുടെ കീർത്തനങ്ങൾ വഞ്ചിപ്പാട്ടായി പാടിത്തുഴഞ്ഞെത്തുന്ന ആറന്മുളയിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ആദ്യ ദിനം 10 പള്ളിയോടങ്ങളാണ് വഴിപാട് വള്ളസദ്യയിൽ പങ്കെടുത്തത്. പാർത്ഥസാരഥിയുടെ കീർത്തനങ്ങൾ പാടി ഇനി 2.5 മാസക്കാലം ആറന്മുള ക്ഷേത്ര മതിലകം ഭക്തി സാന്ദ്രമാകും. ചെന്നിത്തല, ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല മുതൽ പത്തനംതിട്ട ജില്ലയിലെ റാന്നി, ഇടക്കുളം വരെയുള്ള 52 കരകളിലായി വ്യാപിച്ചു കിടക്കുന്ന പള്ളിയോടക്കരകളിലെ വഴിപാട് വള്ളസദ്യകൾക്കും ഉത്രട്ടാതി ജലമേളയ്ക്കും അതുപോലെ തന്നെ അഷ്ടമിരോഹിണി വള്ളസദ്യക്കുമാണ് തുടക്കം കുറിക്കുന്നത്. വിഭവസമൃദ്ധമായ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വഴിപാട് വള്ളസദ്യയുടെ ഈ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന വഴിപാട് വള്ളസദ്യയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ വള്ളസദ്യക്കാലം 2.5 മാസക്കാലം നീണ്ടു നിൽക്കുമ്പോൾ ഉദ്ഘാടന ദിവസം ആദ്യത്തെ വള്ളസദ്യയുടെ ചടങ്ങുകൾ ആരംഭിച്ചത് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി കെ മുരളീധരൻ ശ്രീകോവിലിന് മുമ്പിൽ പ്രത്യേകം സജ്ജമാക്കിയ തൂശനിലേക്ക് അന്ന വിളമ്പിയാണ് ഇതിന്റെ ചടങ്ങുകൾ കുറിച്ചത്. ഇതിനോടൊപ്പം വിശിഷ്ട അതിഥിയായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുകയുണ്ടായി. ഇന്ന് ഇടശ്ശേരിമല, തെക്കേമുറി അതുപോലെ തന്നെയുള്ള 10 പള്ളിയോടങ്ങൾക്കാണ് സമൃദ്ധമായിട്ടുള്ള ഈ വള്ളസദ്യ ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മളോടൊപ്പം വള്ളസദ്യയുടെ പ്രമുഖ ചുമതലക്കാരൻ കൂടിയ മനോജ് മാധവശ്ശേരി ചേരുന്നു. എന്തൊക്കെയാണ് വള്ളസദ്യയുടെ പ്രധാന വിഭവങ്ങളൊക്കെ? ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത് ആറന്മുള വറുത്തരിശ്ശേരിയാണ്. മറ്റൊരു സദ്യക്കും ഇല്ലാത്തൊരു വിഭവമാണ് വറുത്തരിശ്ശേരി എന്ന് പറയുന്നത്. അതായത് ആറന്മുളയുടെ പ്രത്യേക ഒരു വിഭവം തന്നെയാണ് വറുത്തരിശ്ശേരി. പക്ഷെ കേരളത്തിലെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിഭവസമൃദ്ധമായ സദ്യ ആറന്മുള വള്ളസദ്യയാണ്. 70 വിഭവങ്ങളാണ്, പാടിച്ചോദിനുൾപ്പെടെ 70 വിഭവങ്ങളാണ് അത് നൽകാറുള്ളത്. അതുതന്നെയല്ല, എന്ത് ചോദിച്ചാലും പള്ളിയോടത്തെ വരുന്നവരെ ഭഗവാന്റെ പ്രതിരൂപ സങ്കല്പത്തിൽ എന്ത് ആവശ്യപ്പെട്ടാലും അത് നമ്മൾ കൃത്യമായി അവർക്ക് നൽകാറുണ്ട്. എന്നാലേ വഴിപാട് നടത്തിയ ആളിനും സംതൃപ്തിയാകുകയുള്ളൂ, ഭഗവാനും സംതൃപ്തിയാകുന്നുള്ളതാണ് ആ വിശ്വാസത്തിന്റെ പൊരുൾ. ഈ വഴിപാട് എന്തിനൊക്കെ വേണ്ടിയാണ് ഭക്തർ സമർപ്പിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഒഴിവാക്കുന്നത് വിവാഹം നടക്കുന്നതിനും അതുപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനും സർപ്പദോഷ പരിഹാരത്തിനോട് ഏറ്റവും കൂടുതൽ വള്ളസദ്യ നടന്നുകൊണ്ടിരിക്കും. അവർ വഴിപാട് ചേരുന്നതിനെല്ലാം തന്നെ നടന്നതിന് ശേഷമാണ് നടത്താറുള്ളത്. എത്ര കൂട്ടം? 64 ഇനം വിഭവങ്ങളാണല്ലോ. 64 ഇനം ഇലയെ വിളമ്പുകയും പള്ളിയോടത്തിൽ വരുന്ന പാടിച്ചോദിന് ഉൾപ്പെടെ ഏകദേശം 70 വിഭവങ്ങളോളം. ഏത് കരയുടെ വള്ളസദ്യയാണ് ഇത്? തെക്കേമുറി പള്ളിയോടത്തിന്റെ വള്ളസദ്യ നടന്നുണ്ട്. തെക്കേമുറി കരയുടെ വഴിപാട് നടത്തുന്നത് അശ്വതിലാൽ എലവന്തിട്ടുള്ള ആളാണ്. തെക്കേമുറി പള്ളിയോടത്തിനാണ് പ്രമുഖ സദ്യ കോൺട്രാക്ടറുടെയായുള്ള മനോജ് മാധവശ്ശേരി വഴിപാട് നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ വഴിപാടുകൾ ഈ മാസം 2.5 മാസക്കാലം സെപ്റ്റംബർ 16 വരെ 2.5 മാസക്കാലം ക്ഷേത്ര മതിലകത്ത് ഉണ്ടായിരിക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തജനങ്ങളാണ് ഈ വള്ളസദ്യയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.